സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനം ഞങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പരാതി പറയുന്നു. കുറേ ദുരന്തങ്ങൾ, അത് 2 തവണ പ്രളയത്തിന്റെ രൂപത്തിൽ, പിന്നീട് കോവിഡ് മഹാമാരിയുടെ രൂപത്തിലൊക്കെ കേരളത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. എല്ലാ എക്കോണമികളെ സംബന്ധിച്ചും ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ പ്രശ്നങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡിയായി വന്നപ്പോഴേക്കാണ് ഈ GST കോമ്പൻസേഷൻ നിർത്തലാവുന്നു. 5 വർഷം പൂർത്തിയാവുന്നതോടുകൂടി അതിനുശേഷം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ കുറവുണ്ടാവുന്നു. ഇങ്ങനെ കേരളം ഒരു തരത്തിലുള്ള പ്രത്യേക സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതേസമയം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഫിസ്ക്കൽ കൺസോളിഡേഷനെ കുറിച്ച് പറയുന്നുണ്ട്. കമ്മി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡെറ്റ് ടു GST റേഷ്യോ 1% കണ്ട് കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശ്രമം ഉണ്ടായി കഴിഞ്ഞ ബജറ്റിൽ. അപ്പോൾ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ റൂം വേണം, അല്ലാണ്ട് ഇപ്പോൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണ്ടേ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ? ഇല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറഞ്ഞ ഫിസ്ക്കൽ ഫെഡറലിസം ഇഷ്യൂസിനെ കുറിച്ച് ഇവർ പറയുന്നതിന് മുമ്പ് ലോക്സഭയ്ക്കകത്ത് രാജ്യസഭയിലും കോൺഗ്രസിൻ്റെ MP-മാർ ചിദംബരം അടക്കമുള്ള ആളുകൾ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ക്രൈസിസിൻ്റെ 1-ാം പ്രതി ഡെഫിനറ്റ്ലി കേരള ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളും 2-ാം പ്രതി കൂട്ടുത്തരവാദിത്തം ഉള്ളത് കേന്ദ്ര സർക്കാരിനുമാണ്. ഇനി ഈ പറയുന്ന വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വെറുതെ പറയാതെ, ഇപ്പം ഞാൻ പറയാം, ഒരു GST ഞാൻ ആരെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയില്ല. GST കോമ്പൻസേഷൻ സർക്കാർ പറഞ്ഞ എന്താണ്, അന്ന് GST കൗൺസിൽ ഉണ്ടാക്കിയപ്പോൾ 5 വർഷം വരെ നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു 14% ഒരു റേറ്റ് വെച്ചിട്ട് അതിൻ്റെ താഴെ മാത്രം ഇതിൻ്റെ ഇൻക്രീസ് കിട്ടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാണ് GST കോമ്പൻസേഷൻ കൊടുത്തത്. ആ 5 വർഷം കഴിഞ്ഞു. 1. 2, ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതിന് വൈരുദ്ധ്യമുണ്ട്. ഞാനത് ഇപ്പോൾ അനിൽകുമാർ പറയുന്നത് കേരളത്തിൽ നല്ല രീതിയിൽ GST വർധനവ് വരികയെന്ന് പറഞ്ഞു. ഈ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് വർധനവ് വരാത്ത ഒരു സമയത്തേക്കായിരുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ GST കോമ്പൻസേഷനെ നിർത്തലാക്കിയതിനെ ഞാൻ GST കോമ്പൻസേഷനെ നിർത്തലാക്കിയ ഫിലോസഫി എതിർക്കുകയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന വാദം അനുസരിച്ച് അത് BJPക്കും കേന്ദ്ര സർക്കാരിനും BJP കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കേണ്ട ഒരു കാരണമായിട്ട് വരും. കാരണം നിങ്ങൾ പറയുന്നത് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു കോമ്പൻസേഷൻ ആവശ്യം എന്താ? നന്നായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ കോമ്പൻസേഷൻ ആവശ്യമില്ലല്ലോ. 1. 2, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെയൊക്കെ ഞാനത് പറയാനാളല്ല. ഇന്നിപ്പോൾ ശ്രീ ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തുമാത്രം ഫണ്ട് RD ഗ്രാൻഡിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചാൽ അത് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കേന്ദ്ര സർക്കാർ ഈ ഫെഡറലിസത്തിനെതിരെ അവർ പ്രവർത്തിക്കുമ്പോൾ നമ്മളത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായാലും അതോടൊപ്പം ഭരണഘടനാപരമായ കാര്യങ്ങളുമായിട്ടാണ് കോൺഗ്രസ് എതിർക്കുന്നത്. 7-ാം തീയതി നാളെ ഞാൻ മനസ്സിലാക്കുന്ന കർണാടക സർക്കാരിൻ്റെ സമരമുണ്ട്. പക്ഷേ അത് കാരണം മാത്രമാണ് കേരളത്തിൽ തകർച്ച ഉണ്ടാകുന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇവിടെ വർദ്ധിച്ച ചെലവും അനാവശ്യമായിട്ടുള്ള ചെലവും പിന്നെ ഇവിടെ ഒരു ഈ സാമ്പത്തിക, ഞാൻ പറയട്ടെ, കിഫ്ബി 2017 കിഫ്ബി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നമ്മുടെ നിലയ്ക്ക് മീതെ വരുമെന്ന് നമ്മളെല്ലാവരും പറഞ്ഞതാണല്ലോ. എത്രയോ പ്രാവശ്യം പറഞ്ഞു. എല്ലാ നിയമസഭയുടെയും ബഡ്ജറ്റ് പാസ്സാക്കുന്ന ചർച്ചയ്ക്ക് സഭയ്ക്കകത്ത് ഇതായിരുന്നു ചർച്ച. എത്രയോ MLA അടക്കമുള്ള ആളുകൾ അന്ന് പറഞ്ഞു. അന്നൊക്കെ ശ്രീ തോമസ് ഐസക് ചിരിച്ചതിനെ തള്ളി അദ്ദേഹം വളരെ താത്വികമായി പറഞ്ഞ് എല്ലാവരെയും കൺവിൻസ് ചെയ്തു. ഈവൻ ഈ ചാനലിലെല്ലാം വരുന്ന സാമ്പത്തിക എക്സ്പേർട്സ് പോലും അന്ന് ശ്രീ ഐസക്കിനോടൊപ്പമായിരുന്നു. ഇന്ന് നിങ്ങൾക്കെതിരെ പറയുന്ന പ്രമുഖരായിട്ടുള്ള പല സാമ്പത്തിക എക്സ്പേർട്സും അന്ന് കിഫ്ബിക്ക് അനുകൂലമായിരുന്നു. അവരാരും ഇപ്പോൾ കിഫ്ബിയെ ദോണ്ട് ഈവൻ ടച്ച് ഇറ്റ് വിത്ത് വാച്ച് എന്ന് പറയാനുള്ള കാരണം അവർക്ക് അതിൽ നിന്നുള്ള പൊള്ളത്തരം മനസ്സിലായി. ഈ പറഞ്ഞ 8,000 ഞാൻ ഒരു പോയിന്റ് ഞാൻ പറയുകയാണ്, 8,000 കോടി മാത്രമാണ് കേന്ദ്ര സർക്കാർ കിഫ്ബി എന്ന് പറഞ്ഞിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ശ്രീ അനിൽകുമാർ ഒരു പോയിന്റ് അംഗീകരിക്കുന്നു, കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഇത് നിങ്ങൾ ഇതുവരെ ചെയ്തത് തെറ്റാണ്, ഇനിയും നിങ്ങളുടെ ഫണ്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനകത്ത് വരില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മറൊരു ചോദ്യം ചോദിച്ചു അനിൽകുമാറെ, നിങ്ങൾ ഏകദേശം 80,000 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി എന്ന് പറഞ്ഞ് അതിൽ ഏകദേശം 50,000 കോടി പദ്ധതിക്ക് നിങ്ങൾ അപ്രൂവൽ കൊടുത്തു. ലാൻഡ് ആക്വിസിഷന് വേണ്ടി 5,000 കോടി രൂപ കൊടുത്തു. അപ്പോൾ ഇനി നിങ്ങൾ പറയുന്ന പോലെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഉള്ളത് പാഠം ചെയ്തിട്ട് നാളെ മുതൽ ഇതെല്ലാം ബഡ്ജറ്റിലെന്ന് പറഞ്ഞാൽ വീണ്ടും പ്രശ്നമാവുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ ഭാരം. ഇപ്പം 7,000 കോടിയുടെ ഭാരമേ ഉള്ളൂ. ഇത് ഓരോ വർഷം കൂടിക്കൂടി പറഞ്ഞ 80,000 കോടി വരെയുള്ള ഭാരം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് പ്രതിപക്ഷം 2017 മുതൽ ഈ ഓഫ് ബഡ്ജറ്റിംഗ് വഴി പോകല്ല്, അത് അവസാനം നമുക്ക് പണിയായി വരുമെന്ന് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ശരിയായി. ഞാനത് വളരെ പോസിറ്റീവായിട്ട് ചർച്ച കാണുകയാണ്. നമ്മൾ കൂടുതൽ ക്രിയാത്മകമായിട്ട് റവന്യൂ സോഴ്സ് വർദ്ധിപ്പിക്കാൻ ഇപ്പം തന്നെ ഞാൻ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ നയത്തിലോട്ടൊന്നും പോകുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ CPM ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൂത്തുപറമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഈ എല്ലാവർക്കും മറക്കാൻ വേണ്ടി കൂത്തുപറമ്പ് തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു, തെറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ വർഷം മാത്രം 4,000-ഓളം കുട്ടികളാണ് കേരളം വിട്ടു പഠിക്കാൻ പോയത്. എത്ര അവരുടെ മാനവശേഷി മാത്രമല്ല അത്രയും സാമ്പത്തിക മനസ്സിലാക്കി ഈ ഇവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ കൂടുതൽ നിക്ഷേപം ആകർഷിച്ചുകൊണ്ട് കൂടുതൽ ആകർഷകമായ വിധത്തിൽ മികവിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നല്ലതല്ലേ?
ഇല്ല അല്ല ഞാനതിനെ പോസിറ്റീവായി കാണുകയാണ്. അതുകൊണ്ട് നിങ്ങളത് കൂത്തുപറമ്പ് തന്നെ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായം. ശരി.